നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചാണ്. ഡേവിഡ് കറ്റാലയ നിരാശാജനകമായി പുറത്താക്കി ബ്ലാസ്റ്റേഴ്സ്. തുടർന്ന് ആഷ്ലി വെസ്റ്റ്വുഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വിഖ്യാത ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രതിരോധ നിര താരമായിരുന്നു വെസ്റ്റ്വുഡ്. യൂറോപ്യൻ ലീഗുകളിലും ഏഷ്യൻ ലീഗുകളിലൊക്കെ കോച്ചാകാനുള്ള പ്രോ ലൈസൻസുള്ള ആളാണ് വെസ്റ്റ്വുഡ്. ഇന്ത്യയിൽ ആദ്യം വന്നത് ബംഗളൂരു എഫ് സിയിലാണ്. ബംഗളൂരു എഫ് സിയെ 2 ലീഗ് കിരീടങ്ങൾ, ലീഗ് കിരീടങ്ങളും ഒരു ഫെഡറേഷൻ കപ്പ് നേടിക്കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പഞ്ചാബ് എഫ് സിയുടെ ചില ചുമതലകളിൽ വന്നു. അതിനുശേഷം ഹോങ്കോങ്, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ദേശീയ ടീമുകളെ പരിശീലിപ്പിച്ചു. അപ്പോൾ വെസ്റ്റ്വുഡ് പരിശീലനത്തിൽ നല്ല പരിചയമുള്ള ഒരാളാണ്. ഇന്ത്യൻ കളിക്കാരെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. ആ വെസ്റ്റ്വുഡുമായിട്ട് മലയാള മനോരമ പത്രം ഇന്ന് പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖമുണ്ട്. അതിൽ വെസ്റ്റ്വുഡ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വളരെ വ്യക്തമാണ്. അതിൽ വെസ്റ്റ്വുഡ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, ഒരു സീസണിൻ്റെ പകുതിയിൽ വെച്ച് ഒരു ടീമിൻ്റെ കോച്ചാവുക എന്ന് പറഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമില്ല. അതുകൊണ്ട് അത് അത്രയധികം കഠിനമായ ഒരു ജോലിയാണ്. പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് കളിക്കാരിൽ ഊർജവും ആത്മവിശ്വാസവും പുതുമയും നിറയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ആത്മവിശ്വാസം പൂർണ്ണമായി തകർന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ കുറച്ചുകൂടി ആത്മവിശ്വാസം അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചില മാറ്റങ്ങൾ, കളിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനായിരിക്കും ശ്രമിക്കുക. ചില കറക്ഷൻസ് വരുത്താനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മുൻകാലങ്ങളിൽ, അതായത് തൊട്ടു മുമ്പ് എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. ഒരു ടീം മോശം പ്രകടനം നടത്തുമ്പോൾ അത് ടീമിൻ്റെ മൊത്തം പ്രശ്നമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ വെസ്റ്റ്വുഡ് പറയുന്നുണ്ട്. എന്തെങ്കിലും മിറാക്കിൾ, അത്ഭുതങ്ങൾ കാണിക്കാം എന്നൊന്നും കരുതുന്നില്ല. അപ്പോൾ കളിയിൽ ആളുകളെ നന്നായിട്ട് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക, ആത്മവിശ്വാസത്തോടെ അവരെ കളിക്കാൻ പ്രേരിപ്പിക്കുക, അവർക്ക് പുതിയ ഊർജം കൊടുക്കുക, ഇതൊക്കെയാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് വെസ്റ്റ്വുഡ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിൽ ഒരു ദീർഘകാല കരാർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞില്ല. എനിക്കിപ്പോൾ മെയ് 27 വരെയാണ് എൻ്റെ കരാർ. അതിനുശേഷം എന്താ സംഭവിക്കുക എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഏത് ടീമിനും തന്നെ സമീപിക്കാം. അതാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ ഏത് ടീമിനും ഒരു കോച്ചാകാൻ തന്നെ സമീപിക്കാം. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. വളരെ വ്യക്തമാണ്. വെസ്റ്റ്വുഡ് പറയുന്നുണ്ട്, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തരം താഴ്ത്തൽ ആശങ്കയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. 14 ടീമുകളിൽ 13ാമതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ തരം താഴ്ത്തപ്പെടുമോ എന്ന് നല്ല ഭയത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കലാണ് ആദ്യമായിട്ടുള്ളതും പരമപ്രധാനമായ ഒരു കാര്യം. അതിനാണ് ഞാൻ ശ്രമിക്കുക എന്നും വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ്വുഡ് വളരെ വളരെ ഫാക്ച്വലായിട്ടാണ്, വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരാൾ മാറി വന്നു മാജിക്ക് സംഭവിക്കും, ഇത് ഫുട്ബോളാണ്, മാജിക്ക്, മിറാക്കിള്, ഇതൊക്കെ വെറുതെ പറയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പരമാവധി നല്ല മെച്ചപ്പെട്ട പ്രകടനം, അതായത് ടീമിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. അതിനാണ് എൻ്റെ ശ്രമം, അല്ലാതെ വമ്പൻ വാഗ്ദാനങ്ങളൊന്നുമില്ല. അപ്പോൾ വെസ്റ്റ്വുഡ് വളരെ വ്യക്തമാണ്. ആ ക്ലാരിറ്റിയാണ് വെസ്റ്റ്വുഡിനെ വ്യത്യസ്തനാക്കുന്നത്. ആ ക്ലാരിറ്റി അദ്ദേഹത്തിനുണ്ട്. എന്ത് ചെയ്യണം, എവിടെയാണ് ആ കറക്ഷൻസ് വരുത്തേണ്ടത്. ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് വെസ്റ്റ്വുഡ് കൃത്യമാണ്. വെസ്റ്റ്വുഡ് അപ്പോൾ പുള്ളിക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്. ആ ക്ലാരിറ്റി തീർച്ചയായിട്ടും വെസ്റ്റ്വുഡിനുണ്ട്. അപ്പോൾ വെസ്റ്റ്വുഡിൽ നിന്ന് മിറാക്കിളോ മാജിക്കോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ടീം കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നും അങ്ങനെ കാഴ്ചവെക്കുന്നതിലൂടെ തരം താഴ്ത്തൽ ആശങ്കയിൽ നിന്ന് രക്ഷപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.
വെസ്റ്റ്വുഡ് തീർച്ചയായിട്ടും ഇന്ത്യൻ കളിക്കാരെ, ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ കളിക്കാരെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. കഠിനാധ്വാനികളാണ് ഇന്ത്യൻ കളിക്കാർ. കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കളിക്കാനും പരിശീലിക്കാനും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, സത്യസന്ധരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ കളിക്കാരെ ഞാൻ ധാരാളമായിട്ട് ഡീൽ ചെയ്ത് പരിചയമുണ്ട് എനിക്ക്. അപ്പോൾ അവർ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ അഭിമുഖത്തിൽ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള 7 കളികളിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കുറേ കൂടി മെച്ചപ്പെട്ട കളി കാഴ്ചവെക്കുകയും അത് പ്രകാരം മുന്നോട്ട് നീങ്ങുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.